ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ വർഷയുടെ രണ്ടാം അച്ഛനിൽ നിന്നും വർഷയുടെ യഥാർത്ഥ അച്ഛൻ ആരാണെന്ന രഹസ്യം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ശ്രീനാഥും വിവേകും കൂടി ചേർന്ന് രാഘവന് ഒരുപാട് മദ്യമൊക്കെ മേടിച്ച് നൽകുന്നുണ്ട്. അങ്ങനെ എങ്ങനെയെങ്കിലും അയാളെ മദ്യപിച്ച് അബോധാവസ്ഥയിലാക്കിക്കൊണ്ട് രഹസ്യം കണ്ടുപിടിക്കാനാണ് വിവേകും ശ്രീനാഥും ശ്രമിച്ചത്. അങ്ങനെ മദ്യമൊക്കെ കൊടുത്ത് ഒരുവിധം തീരാറായി കഴിഞ്ഞപ്പം ശ്രീനാഥും വിവേകും ചോദിക്കുന്നുണ്ട്, വർഷയുടെ യഥാർത്ഥ അച്ഛൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ, അതാരാണെന്നൊന്ന് പറയുമോയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം രാഘവൻ പറയുന്നുണ്ട്, അതിനു വേണ്ടിയാണ് നിങ്ങൾ എനിക്ക് മദ്യം മേടിച്ചു തന്നെങ്കിൽ അത് വെറുതെ ആയിപ്പോയി, ആ പൈസ പോയെന്ന് വെച്ചാൽ മതി. എന്നെ എത്ര മദ്യം തന്ന് മയക്കി കിടത്തിയാൽ പോലും ഞാൻ എൻ്റെ വായിന്ന് ആ ഒരു രഹസ്യം മാത്രം പറയില്ലെന്ന് രാഘവൻ പറയുന്നത് കേൾക്കുമ്പം ശ്രീനാഥിനും വിവേകിനും വളരെയധികം ദേഷ്യം വരുന്നുണ്ട്. ആ സമയം വിവേക് പറയുന്നുണ്ട്, തൻ്റെ മകളെ വിവാഹം കഴിക്കാൻ പോകുന്നത് ഞാനല്ലേ, അതുകൊണ്ട് വിവാഹത്തിന് മുമ്പെങ്കിലും അവളുടെ യഥാർത്ഥ അച്ഛൻ ആരാണെന്ന് എന്നോടൊന്ന് പറഞ്ഞൂടെ എന്ന് ചോദിക്കുന്ന സമയത്ത് രാഘവൻ പറയുന്നുണ്ട്, അങ്ങനെ ഞാൻ ഒരിക്കലും പറയില്ലെന്ന് പറയുന്ന സമയത്ത് വിവേകിനും ശ്രീനാഥിനും ദേഷ്യം കയറി വരുന്നുണ്ട്. അങ്ങനെ അവർ രാഘവനെ അവിടെ കളഞ്ഞിട്ട് നേരെ കാറെടുത്ത് വീട്ടിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വീട്ടിൽ വന്ന് വർഷയോട് വിവേക് പറയുന്നുണ്ട്, അയാളൊരു പഠിച്ച കള്ളനാണ്, അയാളിൽ നിന്ന് ഒരിക്കലും ആ രഹസ്യം അറിയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയുന്ന സമയത്ത് വർഷയ്ക്ക് വല്ലാതെ വിഷമം വരുന്നുണ്ട്. എങ്ങനെയെങ്കിലും വിവേകും ശ്രീനാഥും ആ രഹസ്യം കണ്ടുപിടിച്ചുകൊണ്ട് വരുമെന്ന് പ്രതീക്ഷയിലായിരുന്നു വർഷ ഇരുന്നിരുന്നത്. അത് നടക്കില്ലെന്ന് കണ്ടു കഴിഞ്ഞപ്പം വർഷയ്ക്ക് വല്ലാതെ വിഷമം വന്നിട്ട് വർഷ പറയുന്നുണ്ട്, എന്തായാലും എൻ്റെ വിവാഹത്തിന് മുമ്പെങ്കിലും എൻ്റെ യഥാർത്ഥ അച്ഛൻ ആരാണെന്ന് കണ്ടുപിടിക്കണം, എന്നിട്ട് ആ മനുഷ്യൻ്റെ സമ്മതത്തോടും അനുഗ്രഹത്തോടും വേണം ഈ വിവാഹം നടക്കാൻ, അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമെന്ന് വർഷ പറയുന്ന സമയത്ത് വിവേക് പറയുന്നുണ്ട്, തന്നെ ചുമ്മാ പറ്റിക്കാൻ വേണ്ടി ആ രാഘവൻ ചുമ്മാ ഉണ്ടാക്കിയ കാര്യമാണിത്, അത് താൻ വിശ്വസിക്കുകയും ചെയ്ത് എന്ന് പറയുന്ന സമയത്ത് വർഷ പറയുന്നുണ്ട്, അല്ല ഇതിൽ ചില വാസ്തവമുണ്ട്, എന്നും എൻ്റെ അച്ഛൻ മദ്യപിച്ചിട്ട് വന്ന് എന്നും അമ്മയെ ഉപദ്രവിക്കുമായിരുന്നു. അങ്ങനെ ഉപദ്രവിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എപ്പോഴോ അമ്മ പറഞ്ഞതാകാമെങ്കിലോ അല്ലെങ്കിൽ അമ്മയുടെ വായിൽ നിന്ന് തന്നെ അമ്മ അറിയാതെ തന്നെ ആ രഹസ്യം കണ്ടുപിടിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലോ എന്തായാലും ആ മനുഷ്യൻ പറയുന്നത് സത്യമാകാനാണ് സാധ്യതയെന്ന് വർഷ തറപ്പിച്ച് പറയുന്നുണ്ട്. അന്നേരം വിവേക് പറയുന്നുണ്ട്, അയാൾ പറയാതെ ഇനി എങ്ങനെ ആ രഹസ്യം കണ്ടുപിടിക്കാനാന്ന് പറയുന്ന സമയത്ത് വർഷ വല്ലാതെ വിഷമിച്ചിട്ട് പറയുന്നുണ്ട്, അയാൾക്ക് മാത്രമാണ് ഈ ലോകത്ത് ആ സത്യം അറിയാവുന്നത്, എൻ്റെ അച്ഛൻ എവിടെയോ ജീവിച്ചിരിപ്പുണ്ട്, അയാൾ ആരാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ അയാൾ തന്നെ കനിഞ്ഞേ പറ്റുമെന്നും പറഞ്ഞ് വർഷ വല്ലാതെ വിഷമിക്കുന്നുണ്ട്. പിന്നീട് രാഘവൻ വർഷയുടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് മല്ലിക നേരെ രാഘവൻ്റെ അരികെ ചെന്നിട്ട് ഓരോന്ന് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ സംസാരത്തിനിടെ രാഘവനോട് ചോദിക്കുന്നുണ്ട്, ഈ സന്യാസ വേഷം മാത്രമാണോ യഥാർത്ഥത്തിൽ സന്യാസ ജീവിതം തുടങ്ങിയോന്ന് ചോദിക്കുന്ന സമയത്ത് രാഘവൻ പറയുന്നുണ്ട്, വേഷത്തിലും അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിലും അത് തന്നെയാണ്, വല്ലതും കഴിച്ചായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് രാഘവൻ പറയുന്നുണ്ട്, ആഹാരം 2-3 ദിവസമായി കഴിച്ചിട്ട്, അങ്ങനൊന്നും പതിവില്ല, അതിന് പൈസ വേണ്ടേ എന്നൊക്കെ പറയുന്ന സമയത്ത് മല്ലിക പറയുന്നുണ്ട്, പിന്നെന്താ ഉള്ളിലേക്ക് വന്നാൽ ഞാൻ ഫുഡ് തരാമെന്ന് പറയുന്നുണ്ട്. ആ സമയം രാഘവൻ ചോദിക്കുന്നുണ്ട്, അതിന് ഇവിടെ വേറെ ആരും ഇല്ലയോ എന്ന് ചോദിക്കുന്ന സമയത്ത് മല്ലിക പറയുന്നുണ്ട്, ഇവിടെ വേറെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ധൈര്യമായിട്ട് അകത്തേക്ക് വാ, ഫുഡ് തരാമെന്ന് പറയുന്നുണ്ട്. അന്നേരം രാഘവൻ പറയുന്നുണ്ട്, എനിക്ക് മീനൊക്കെ ഉണ്ടെങ്കിൽ ഫുഡ് കഴിക്കാൻ പറ്റുമെന്ന് പറയുന്ന സമയത്ത് മല്ലിക പറയുന്നുണ്ട്, മീനും എല്ലാം തരാം, അകത്തേക്ക് കയറി വരാൻ പറഞ്ഞുകൊണ്ട് രാഘവനെ നൈസായിട്ട് അകത്ത് കൊണ്ടുപോയി ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ മീനും അയാൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ കറികളും ചേർത്ത് ആഹാരം കൊടുത്തതിന് ശേഷം മല്ലിക ചോദിക്കുന്നുണ്ട്, വർഷയുടെ യഥാർത്ഥ അച്ഛൻ ആരാണെന്ന് അറിയാമെന്നല്ലേ പറഞ്ഞ്, അതാരാണെന്ന് എന്നോട് പറയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം രാഘവൻ ചോദിക്കുന്നുണ്ട്, അതെന്തിനാ മല്ലിക അറിയുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് മല്ലിക പറയുന്നുണ്ട്, അതെനിക്ക് ചുമ്മാ അറിയാനാന്ന് പറയുന്നുണ്ട്. അപ്പം ആഹാരം വായി വെച്ചുകൊണ്ട് തന്നെ രാഘവൻ അച്ഛനെ പറ്റിയുള്ള രഹസ്യം പറയുമ്പോൾ മല്ലികയ്ക്കൊന്നും മനസ്സിലാകുന്നില്ല. അങ്ങനെ വീണ്ടും മല്ലിക ചോദിക്കുന്ന സമയത്ത് മല്ലികയെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അച്ഛൻ ആരാണെന്ന രഹസ്യം പറയുന്നത് കേൾക്കാൻ വേണ്ടി ശിവയും വർഷയാണെങ്കിൽ അപ്പുറത്ത് ഒളിഞ്ഞു നിന്ന് ഇതെല്ലാം കാണുന്നുണ്ട്. ഇത് കാണുന്ന സമയത്ത് വർഷയ്ക്കാണെങ്കിൽ ആകപ്പാടെ ദേഷ്യം കയറി വരുന്നുണ്ട്. അങ്ങനെ രാഘവൻ ഫുഡ് വായി വെച്ച് മല്ലികയെ കളിപ്പിച്ചതിന് ശേഷം ആഹാരം കഴിച്ച് വീട്ടിൽ നിന്ന് പോകുന്നുണ്ട്. ഈ സമയം മല്ലിക പറയുന്നുണ്ട്, അയാൾ പഠിച്ച കള്ളനാണ്, എത്ര ചോദിച്ചിട്ടും അയാൾ ആ രഹസ്യം മാത്രം പറഞ്ഞില്ല, ഇയാളിൽ നിന്ന് തന്നെ ആ രഹസ്യം ഞാൻ കണ്ടുപിടിക്കുമെന്ന് വർഷയോടും ശിവയോടും പറയുന്നുണ്ട്. അത് നടന്നത് തന്നെയെന്ന് ശിവ അന്നേരം പറയുകയും ചെയ്യുന്നുണ്ട്. അയാളിൽ നിന്ന് എന്തായാലും ആ രഹസ്യം അറിയാൻ പോകുന്നില്ലെന്നും പറഞ്ഞ് ശിവയും വർഷയകത്തേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്.
പിന്നീട് വർഷയുടെ അരികെ ശിവയും അഭിയും ചെന്നിട്ട് പറയുന്നുണ്ട്, നിന്റെ അച്ഛൻ ആരാണെന്ന് കണ്ടുപിടിക്കാൻ നീ താമസിച്ച വയനാട്ടിലേക്ക് തന്നെ പോകുന്നതാണ് നല്ലത്. അവിടുന്ന് എന്തായാലും ഒരു സൂചന കിട്ടാതിരിക്കില്ലെന്ന് പറയുന്ന സമയത്ത് വർഷ പറയുന്നുണ്ട്, എൻ്റെ അമ്മയുടെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ടുണ്ട്, അവർക്കറിയാൻ സാധ്യതയുണ്ടായിരിക്കും എന്ന് പറയുന്ന സമയത്ത്, എന്നാൽ പിന്നെ ഒട്ടും വൈകണ്ട, നമുക്ക് 4 പേർക്കും കൂടി നാളെ തന്നെ വയനാട്ടിലേക്ക് പോകാമെന്ന് അഭി പറയുന്നുണ്ട്. ആ സമയം വർഷ പറയുന്നുണ്ട്, നമുക്ക് 3 പേർക്കും മാത്രം പോയാൽ മതി, അഞ്ജുവിനെ എന്തായാലും കൊണ്ടുപോകണ്ട. ആ സമയം അഭി ചോദിക്കുന്നുണ്ട്, അഞ്ജുവിനെ കൊണ്ടുപോയാൽ എന്താണ് ഇത്ര കുഴപ്പം, അഞ്ജു കൂടി വരട്ടെ എന്ന് പറയുന്ന സമയത്ത് വർഷ പറയുന്നുണ്ട്, കുറേ നാളായി രാഹുൽ അഞ്ജുവിനെ വിളിക്കാൻ പറ്റാത്ത എന്തോ സാഹചര്യമുണ്ട്, അതുകൊണ്ട് തന്നെ രാഹുൽ ഇനി അഞ്ജുവിനെ കാണാനും കാണും, ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ആ അവസരം നമ്മൾ കാരണം ഇല്ലാതാക്കണ്ടെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ എല്ലാവരും അത് സമ്മതിക്കുന്നുണ്ട്. അതുകൊണ്ട് അഞ്ജുവിനെ വീട്ടിലാക്കിയിട്ട് പോകാമെന്ന് തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേന്ന് തന്നെ അഭിയും വർഷയും ശിവയും ചേർന്ന് വയനാട്ടിലേക്ക് പോകുന്നുണ്ട്. അതിനു മുന്നേ തന്നെ ഒരു തീരുമാനം എടുത്തിരുന്നു, വിവേകിനെ വയനാട്ടിൽ പോയിട്ട് വരുന്നത് വരെ ഈ കാര്യം അറിയിക്കേണ്ട, കാരണം വിവേക് വയനാട്ടിൽ പോകുന്നത് സമ്മതിക്കില്ലെങ്കിൽ പിന്നീട് പാടാകും, അതുകൊണ്ട് പോയിട്ട് വന്നതിന് ശേഷം മാത്രം വിവേകിനോട് ഈ കാര്യം പറഞ്ഞാൽ മതിയെന്ന് തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ 3 പേരും കൂടി വയനാട്ടിൽ പോയി അവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരുപാട് നാൾ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ടും താമസിക്കാൻ എനിക്ക് ഈ സ്ഥലം കണ്ടു കഴിഞ്ഞപ്പം വല്ലാതെ തോന്നുന്നു അഭി പറയുന്നുണ്ട്. അപ്പം വർഷ പറയുന്നുണ്ട്, എനിക്ക് ഈ സ്ഥലം വളരെയധികം ഇഷ്ടമാണ്, പക്ഷേ എനിക്കിവിടെ താമസിക്കാൻ ഇഷ്ടമല്ല, എനിക്കിഷ്ടമുള്ള എല്ലാവരെയും നഷ്ടപ്പെട്ടത് ഇവിടുന്നാണ്, അതുകൊണ്ട് എനിക്ക് ഇവിടെ ഒരിക്കലും താമസിക്കാൻ ഇഷ്ടമല്ലെന്നൊക്കെ വർഷ പറയുന്നത് കേൾക്കുമ്പോൾ എല്ലാവരും ആ വിഷയം മാറ്റി വർഷയും കൊണ്ട് നേരെ ഒരു ചായക്കടയിലേക്ക് പോകുന്നുണ്ട്. അവിടെ ഇരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വർഷയുടെ അമ്മയുടെ കൂട്ടുകാരിയെ കണ്ടുപിടിക്കാനുള്ള സ്ഥലമൊക്കെ ചായക്കടക്കാരനോട് ചോദിക്കുന്നത് അവിടെ ഇരുന്ന ഒരാൾ കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ ആ പറഞ്ഞു തന്ന വഴിയെ പോകുന്ന സമയത്ത് അയാൾ നേരെ ഫോൺ എടുത്ത് ആരെയോ വിളിച്ച് പറയുന്നുണ്ട്, അവൾ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അത് മിക്കവാറും ചന്ദ്രദാസ് ആവാനാണ് സാധ്യത. അങ്ങനെ രാഘവൻ്റെയും ചന്ദ്രദാസിൻ്റെയും ഐഡിയ പ്രകാരം വർഷ വയനാട്ടിലേക്ക് തന്നെ. എന്നാൽ ഇതേ സമയത്ത് തന്നെ വിവേക് വർഷയെ ഫോൺ ചെയ്യുന്നുണ്ട്. ആ സമയം വർഷയോട് അഭിരാമി പറയുന്നുണ്ട്, താൻ എന്തായാലും വയനാട്ടിൽ വന്ന കാര്യം പറയണ്ട, എന്തായാലും അഞ്ജുവിൻ്റെ നാടായ കട്ടപ്പനയ്ക്ക് വന്നെന്ന് പറഞ്ഞാൽ മതിയെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അതുപ്രകാരം വർഷ ഫോൺ എടുത്തിട്ട് ഞങ്ങൾ കട്ടപ്പനയ്ക്കാണ്, ഇവിടെ കുറച്ച് കഴിഞ്ഞിട്ടേ വരുമെന്ന് പറയുന്ന സമയത്താണെങ്കിൽ അതിലേക്കൂടെ ഒരു മൈക്കിൽ കൂടെ എന്തോ അനൗൺസ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്, വയനാട് വയനാടെന്നതി കുറേ പ്രാവശ്യം പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫോൺ കട്ട് ചെയ്തിട്ട് വർഷ പറയുന്നുണ്ട്, മിക്കവാറും വിവേക് അത് കേട്ട് കാണുമോ ഇല്ലയോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അഭി പറയുന്നുണ്ട്, അതൊന്നും കേട്ട് കാണില്ല, താൻ എന്തായാലും സമാധാനപ്പെടാൻ പറഞ്ഞ് വർഷയെ സമാധാനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വർഷയും കൂട്ടുകാരും ചന്ദ്രദാസിൻ്റെയും രാഘവൻ്റെയും ചതിക്കുഴിയിൽപ്പെടാതെ പോയിട്ട് വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അപ്പം വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ.